ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം. ജനതകളുടെ മേൽ വിധി. തെക്കോവയിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിന്റെ വാക്കുകൾ. യൂദാ രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും യോവാശിന്റെ പുത്രനുമായ ജെറോബോവാമിന്റെയും കാലത്ത് ഭൂകമ്പത്തിന് 2 വർഷം മുൻപ് ഇസ്രായേലിനെ കുറിച്ച് അവനുണ്ടായ അരുളപ്പാട്. അവൻ പറഞ്ഞു, സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു, ജെറുസലേമിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. ഇടയന്മാരുടെ മേച്ചിൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു, കാർമൽ മലയുടെ മുകൾ പരപ്പ് കരിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ദമാസ്കസ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ ഗിലയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു. ആകയാൽ ഞാൻ ഹസായേലിന്റെ ഭവനത്തിന്മേൽ അഗ്നി അയക്കും. ബൻഹദാദിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. ദമാസ്കസിന്റെ ഓടാമ്പൽ ഞാൻ ഒടിക്കും. ആവൻ താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. ബത്തേദനിൽ നിന്ന് ചെങ്കോൽ ഏന്തുന്നവനെയും സിറിയാക്കാർ കീറിലേക്ക് പ്രവാസികളായി പോകും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഗാസ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം ഏദോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി. ഗാസായുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും. അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. അഷ്ദോദിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. അഷ്കലോണിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും എക്രോണിനെതിരെ ഞാൻ കൈ ഉയർത്തും. ഫിലിസ്തീനിൽ അവശേഷിക്കുന്നവർ നശിക്കും. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ടയർ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവരൊരു ജനത്തെ മുഴുവൻ ഏദോമിന് ഏൽപ്പിച്ചു കൊടുത്തു. സാഹോദര്യത്തിന്റെ ഉടമ്പടി അവർ വിസ്മരിച്ചു. ആകയാൽ ഞാൻ ടയറിന്റെ മതിലിന്മേൽ അഗ്നി അയക്കും. അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. കർത്താവ് അരുളി ചെയ്യുന്നു, ഏദോം ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവൻ സ്വസഹോദരനെ വാളുമേന്തി അനുധാവനം ചെയ്തു. തെല്ലും കരുണ കാണിച്ചില്ല. അവന്റെ കോപം കെടാതെ ജ്വലിച്ചു നിന്നു. ക്രോധം ആളിക്കത്തിക്കൊണ്ടിരുന്നു. തേമാനുമേൽ ഞാൻ അഗ്നി അയക്കും. ബൊസ്രായുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. കർത്താവ് അരുളി ചെയ്യുന്നു, അമ്മോന്യർ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കാൻ ഗിലയാദിൽ വന്ന് ഗർഭിണികളുടെ ഉദരം പിളർന്നു. ആകയാൽ ഞാൻ റബ്ബായുടെ മതിലിന്മേൽ അഗ്നി അയക്കും. അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും. യുദ്ധദിനത്തിൽ അട്ടഹാസവും ചുഴലിക്കാറ്റിന്റെ ദിനത്തിൽ കൊടുങ്കാറ്റും അതിന് അകമ്പടി സേവിക്കും. അവരുടെ രാജാവ് നാട് കടത്തപ്പെടും. അവനും പ്രഭുക്കന്മാരും ഒരുമിച്ച് തന്നെ. കർത്താവാണ് അരുളി ചെയ്യുന്നത്. 2-ാം അധ്യായം. മൊവാബിനെതിരെ. കർത്താവ് അരുളി ചെയ്യുന്നു, മൊവാബ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവൻ ഏദോം രാജാവിന്റെ അസ്ഥികൾ കത്തിച്ചു ചാമ്പലാക്കി. മൊവാബിന്റെ മേൽ ഞാൻ അഗ്നി അയക്കും. കെറിയോത്തിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ആർപ്പുവിളികളുടെയും അട്ടഹാസങ്ങളുടെയും കാഹളധ്വനിയുടെയും ഇടയിൽ മൊവാബ് നശിച്ചു പോകും. അവരുടെ ഇടയിൽ നിന്ന് രാജാവിനെ ഞാൻ വിച്ഛേദിച്ചു കളയും. അവനോടൊപ്പം അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ വധിക്കും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. യൂദായ്ക്ക് ശിക്ഷ. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ കർത്താവിന്റെ നിയമത്തെ പരിത്യജിച്ചു. അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. അവരുടെ പൂർവികന്മാർ പിൻചെന്ന വ്യാജദേവന്മാർ അവരെ വഴിതെറ്റിച്ചു. യൂദായ്ക്ക് മേൽ ഞാൻ അഗ്നി അയക്കും. ജെറുസലേമിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ഇസ്രായേലിനെ വിധിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു. ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും. പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടി മെതിക്കുന്നു. ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു. അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു. അങ്ങനെ അവരെന്റെ വിശുദ്ധനാമത്തിന് കളങ്കം വരുത്തുന്നു. പണയം കെട്ടിയ വസ്ത്രം വിരിച്ച് ഓരോ ബലിപീഠത്തിനും അരികിൽ അവർ ശയിക്കുന്നു. പിടയായി ഈടാക്കിയ മദ്യം അവർ തങ്ങളുടെ ദേവന്റെ ആലയത്തിൽ വെച്ച് പാനം ചെയ്യുന്നു. ദേവദാരു പോലെ ഉയരവും കരുവേലകം പോലെ കരുത്തുമുണ്ടായിരുന്ന അമോര്യരെ ഞാൻ അവരുടെ മുൻപിൽ വെച്ച് തകർത്തു. മുകളിൽ അവരുടെ ഫലവും താഴെ അവരുടെ വേരുകളും ഞാൻ നശിപ്പിച്ചു.
ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നയിച്ച് അമോര്യരുടെ ഭൂമി ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി നൽകി. നിങ്ങളുടെ മക്കളിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസീർ വ്രതക്കാരായും ഞാൻ ഉയർത്തി. ഇസ്രായേൽ ജനമേ, ഇത് വാസ്തവമല്ലേ? കർത്താവാണ് അരുളി ചെയ്യുന്നത്. എന്നാൽ നാസീർ വ്രതക്കാരെ നിങ്ങൾ വീഞ്ഞു കുടിപ്പിച്ചു, പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു. കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ടമരുന്നതുപോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്തു ഞെരിക്കും. ഓടുന്നവനെ അവൻ്റെ ശീഘ്രത രക്ഷിക്കുകയില്ല, ശക്തന്മാരുടെ ശക്തി നിലനിൽക്കുകയില്ല. കരുത്തന് ജീവൻ രക്ഷിക്കാനാവില്ല, വില്ലാളികൾ ചെറുത്തു നിൽക്കുകയില്ല, ശീഘ്രഗാമികൾ ഓടി രക്ഷപ്പെടുകയില്ല. അശ്വാരൂഢന് ജീവൻ രക്ഷിക്കാനാവില്ല. കരുത്തരിൽ ചങ്കൂറ്റമുള്ളവർ പോലും അന്ന് നഗ്നരായി പലായനം ചെയ്യും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. 3-ാം അധ്യായം. ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ. ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. പ്രവാചക ദൗത്യം. ആലോചിച്ചുറയ്ക്കാതെ 2 പേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ? ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ? എന്തിനെയെങ്കിലും പിടിയിൽ ഒതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ? കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ? ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ? പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ? കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥമുണ്ടാകുമോ? ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? സമരിയായുടെ നാശം. അസീറിയായിലെയും ഈജിപ്തിലെയും ശക്തിദുർഗങ്ങളിൽ പ്രഖ്യാപിക്കുക. സമരിയായിലെ മലകളിൽ ഒരുമിച്ച് കൂടുവിൻ, അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ അറിയുകയില്ല. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളുടെ ദേശം വളയും, നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, സിംഹത്തിന്റെ വായിൽ നിന്ന് ഇടയൻ ആടിന്റെ 2 കാലോ ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കുന്നത് പോലെ സമരിയായിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിന്റെ ഒരു മൂലയും കിടക്കയുടെ ഒരറ്റവും കൊണ്ട് രക്ഷപ്പെടും. ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങൾ കേട്ട് യാക്കോബിന്റെ ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ. ഇസ്രായേലിനെ അവന്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബഥേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്തു കളയും. ബലിപീഠങ്ങളുടെ വളർക്കോൺ ഞാൻ ഛേദിക്കും, അവ നിലംപതിക്കും. അവന്റെ ഹേമന്ത വസതികളും ഗ്രീഷ്മ ഭവനങ്ങളും ഞാൻ നശിപ്പിക്കും. ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും, മഹാസൗധങ്ങൾ നാമാവശേഷമാകും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. 4-ാം അധ്യായം. ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടി അരയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമരിയ മലയിലെ ബാഷാൻ പശുക്കളെ ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്തിരിക്കുന്നു. ശത്രു നിങ്ങളെ കൊളുത്തിട്ടിഴയ്ക്കുന്ന നാൾ വരുന്നു. നിങ്ങളിൽ അവസാനത്തേതിനെയും അവർ ചൂണ്ടയിൽ കോർത്തു വലിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള മതിൽ പിളർപ്പുകളിലൂടെ പുറത്തു കടക്കും. ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. ഇസ്രായേലിന്റെ ദുശ്ശാഠ്യം. ബത്തേലിൽ ചെന്ന് അകൃത്യം ചെയ്യുവിൻ, ഗിൽഗാലിൽ ചെന്ന് കഴിയുന്നത്ര അകൃത്യങ്ങൾ ചെയ്യുവിൻ. പ്രഭാതം തോറും നിങ്ങളുടെ ബലികളും എല്ലാ 3-ാം ദിവസവും നിങ്ങളുടെ ദശാംശങ്ങളും കൊണ്ടുവരുവിൻ. പുളിപ്പിച്ച മാവുകൊണ്ട് കൃതജ്ഞതാ ബലി അർപ്പിക്കുവിൻ. നിങ്ങളുടെ സ്വാഭീഷ്ട കാഴ്ചകൾ കുട്ടിഘോഷിക്കുവിൻ. ഇസ്രായേൽ ജനമേ, അതാണ് നിങ്ങൾക്കിഷ്ടം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിൻ്റെ തരി പോലും ഇല്ലാതാക്കി. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കൊയ്ത്തിന് 3 മാസമുള്ളപ്പോൾ ഞാൻ മഴ മുടക്കി. ഒരു നഗരത്തിൽ മഴ പെയ്യിച്ചപ്പോൾ മറ്റൊന്നിൽ പെയ്യിച്ചില്ല. ഒരു വയലിൽ മഴ പെയ്തപ്പോൾ മഴ ലഭിക്കാതെ മറ്റൊരു വയൽ വരണ്ടു. 2-3 നഗരങ്ങളിലുള്ളവർ ദാഹജലം പ്രതീക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് പോയി. അവിടെ അവർക്ക് അത് തൃപ്തിയാവോളം ലഭിച്ചില്ല. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, സസ്യങ്ങളെ ഉണക്കുന്ന കാറ്റു വീഴ്ച കൊണ്ടും
പൂപ്പ് രോഗങ്ങൾ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു. തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും ഞാൻ ഫലശൂന്യമാക്കി. അത്തിവൃക്ഷങ്ങളും ഒലിവ മരങ്ങളും വെട്ടുകിളികൾ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു. നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കി. നിങ്ങളുടെ കുതിരകളെ ഞാൻ പിടിച്ചുകൊണ്ടുപോയി. പാളയങ്ങളിലെ ദുർഗന്ധം കൊണ്ട് നിങ്ങളുടെ നാസികകൾ ഞാൻ നിറച്ചു. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, സോദോമിനെയും ഗൊമോറായെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെ ആയിരുന്നു നിങ്ങൾ. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇതു ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവേൻ. മലകൾക്ക് രൂപം നൽകുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തൻ്റെ ചിന്ത വെളിപ്പെടുത്തുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നത തലങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. 5-ാം അധ്യായം. അനുതപിക്കുക. ഇസ്രായേൽ ഭവനമേ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു. അവൾ ഇനി എഴുന്നേൽക്കുകയില്ല. അവൾ സ്വദേശത്ത് പരിത്യക്തയായി കിടക്കുന്നു. എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, 1000 പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ 100 പേർ മാത്രം അവശേഷിക്കും. 100 പേരെ അണിനിരത്തിയ നഗരത്തിൽ 10 പേർ മാത്രം ശേഷിക്കും. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ബത്തേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാലിൽ പ്രവേശിക്കുകയോ ബേർഷെബായിലേക്ക് കടക്കുകയോ അരുത്. കാരണം ഗിൽഗാൽ നാടുകടത്തപ്പെടും, ബത്തേൽ ശൂന്യമാകും. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിന്റെ ഭവനത്തിനു നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും. ബത്തേലിൽ ഒരുവനും അത് കെടുത്താനാവില്ല. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടിനെ പ്രഭാതമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. പ്രബലർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിൽ അയക്കുന്നു. അത് അവരുടെ കോട്ടകൾ തകർക്കുന്നു. നഗര കവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു. സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു. ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു. എന്നാൽ നിങ്ങളതിൽ വസിക്കുകയില്ല. മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തുന്നു. എന്നാൽ അതിലെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതെന്നും എനിക്കറിയാം. നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് വിവേകി മൗനം പാലിക്കുന്നു. കാലം ദുഷിച്ചതാണ്. തിന്മയല്ല, നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. നിങ്ങൾ പറയുന്നത് പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിന്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കനിഞ്ഞേക്കും. അതിനാൽ കർത്താവ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തെരുവുകളിൽ നിന്ന് വിലാപമുയരും. എല്ലാ വീഥികളിലും നിന്ന് അവർ ഹാ കഷ്ടം എന്ന് പ്രലപിക്കും. അവർ കർഷകരെ കരയാനും വിലാപ വിദഗ്ധരെ വിലപിക്കാനും വിളിക്കും. മുന്തിരിത്തോപ്പുകളിൽ വിലാപമുയരും, കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നുപോകും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം. എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ ദിനം? അത് അന്ധകാരമാണ്, പ്രകാശമല്ല. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നത് പോലെയോ? വീട്ടിലെത്തി ചുമരിൽ കൈചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദംശനം ഏൽക്കുന്നത് പോലെയോ ആയിരിക്കും അത്. കർത്താവിൻ്റെ ദിനം പ്രകാശമല്ല, അന്ധകാരമാണ്, പ്രകാശലേശമില്ലാത്ത തമസാണ്. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട. നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല.
നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാലു പോലെയും. ഇസ്രായേൽ ജനമേ, മരുഭൂമിയിൽ കഴിച്ച 40 വർഷം നിങ്ങൾ എനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചുവോ? നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ രാജദേവനായ സക്കൂത്തിനെയും നക്ഷത്രദേവനായ കൈവാനെയും ചുമന്നുകൊണ്ടു പോകുവിൻ. ദമാസ്കസിനപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ പ്രവാസികളായി അയക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം.